ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് വളരെ എളുപ്പം തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം തോരൻ ഉണ്ടാക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. സോ ഇതിനായിട്ട് വേണ്ട ചേരുവകളെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും വേഗാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്കതിന് ആദ്യമായിട്ട് വേണ്ടത് മഷ്റൂമാണ്. സോ ഞങ്ങളിവിടെ ഓയിസ്റ്റർ മഷ്റൂമാണ് എടുത്തേക്കുന്നത്. ഈ ഒരു മഷ്റൂം അമ്മയുടെ ഫ്രണ്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു മഷ്റൂം വേണമെങ്കിൽ യെസ് എന്നൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് വെള്ളം എടുക്കുക, പിന്നെ ഉപ്പുപൊടി ഇട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഈ ഒരു വീഡിയോ കാണുന്ന പോലെ ഒരു സ്പൂൺ ആ ഒരളവിലാണ് ഇട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കാനായിട്ടാണ്. പിന്നെ നമ്മൾ ഏത് മഷ്റൂമാണോ എടുക്കുന്നത് ആ മഷ്റൂമും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഞങ്ങൾ ഓയിസ്റ്റർ മഷ്റൂം വെച്ചിട്ട് ട്രൈ ചെയ്തിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു എല്ലാ മഷ്റൂംസും വെച്ച് ഉണ്ടാക്കാമെന്ന്. അതിനെപ്പറ്റി എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. ദെൻ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ആ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കുക. ഒരു 5 to 10 minutes സോക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. സോ നമുക്കിത് കുറച്ച് നേരം സോക്ക് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മുടെ മഷ്റൂം ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഏകദേശം ഒരു 5-10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഒരുപാട് ശക്തിക്ക് പിഴിയേണ്ട, ജസ്റ്റ് അതിൽ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്താൽ മതി. ഏകദേശം ഒരു 5-10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ ഇതുപോലെ കുറച്ചധികം വെള്ളം കുടിക്കും കേട്ടോ. എന്നിട്ട് നമുക്കത് പിഴിഞ്ഞിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് ഇടാം. അപ്പോൾ അത് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇത് കട്ടുകൂടെ ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യുക കേട്ടോ. വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, അതുപോലെ കട്ട് ചെയ്യുക. സോ അത് ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ തോരനൊക്കെ അരിയുന്ന പോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്കായിട്ട് സവോള, കറിവേപ്പില, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകം, ചെറിയുള്ളി. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വേണം. അതിൽ ഈ തേങ്ങയും മഞ്ഞൾപ്പൊടിയും പെരിഞ്ചീരകവും ചെറിയുള്ളിയും മുളക് പൊടിയും കൂടിയിട്ട് മിക്സിയുടെ ജാറിൽ അരച്ച് മാറ്റി വെക്കുക. അതിനുശേഷം ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം അതിലേക്ക് കടുക് പൊട്ടിക്കുക. പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് സബോള, പച്ചമുളക്, കറിവേപ്പില, നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള അത്രയും സാധനങ്ങൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. പിന്നെ അതിലേക്ക് ഉപ്പുപൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങയും ആ ഒരു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഉള്ള ആ ഒരു പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം അരിഞ്ഞ് വെച്ച മഷ്റൂംസ് നമുക്ക് അതിലേക്ക് ഇടാം കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി, ഞങ്ങളിവിടെ 1/4 കിലോ മഷ്റൂമാണ് എടുത്തേക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ ഒരു മഷ്റൂമും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ മഷ്റൂം തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.